ഹലോ നമസ്കാരം. ഇനി നമുക്ക് നാട്ടിലെത്താനായിട്ട് 6 ദിവസം കൂടെ. ഞാനിത് ഇപ്പോൾ കിച്ചണിലാണുള്ളത്. ഇന്നലെ കണ്ട അതേ കിച്ചൺ അതേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും. ഇന്നും ഫുൾ ഡേ ഇവിടെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ജിൽമിൻ്റെ റൂം ഇങ്ങനെ മാറുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോയി. നമ്മുടെ ഷെഫ് വന്നിട്ടുണ്ടായിരുന്നത് ജർമ്മനിയിൽ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ് എന്നാണ് അർത്ഥം. ആ ബോസ് നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ജിൽമിയും പിന്നെ ഡോണ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും ബിൻഡു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി രാത്രിയിൽ ആ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി മൂന്ന് നില ബിൽഡിങ് ഇറങ്ങി സാധനം എടുത്ത് ഇറങ്ങി. പിന്നെ പുതിയ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. സോ അതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ. ഇന്നിനി ഇവിടുത്തെ വർക്കുകൾ. ഇപ്പോൾ ഞാനൊരു ജാപ്പനീസ് ഡിഷായിട്ടുള്ള രാമനുള്ള സോസ് ഉണ്ടാക്കി. നമുക്ക് ഇവിടുത്തെ ഷെഫ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ജസ്റ്റ് നമ്മുടെ പോർക്കിൻ്റെ എല്ല് പീസൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് റാഡിഷും കുറച്ച് ഗമ്യൂസ് കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അതൊരു 6-7 മണിക്കൂർ സ്ലോ കുക്കിങ്ങിന് ഇടും. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ഇട്ടു. ഇന്നലെ രാത്രി നിർത്തി വെച്ചിട്ട് പോയി. ഇന്ന് രാവിലെ വന്നിട്ട് അതിൻ്റെ അകത്ത് സോസ് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സാലഡ് പെപ്പറൊക്കെ ഇട്ട് സീസൺ ചെയ്യും. ആക്ച്വലി ഇത് നമുക്ക് വലിയ പിടിയുണ്ടായിട്ടല്ല, പക്ഷെ നമ്മളങ്ങ് ചെയ്തങ്ങ് പോകുന്നു. സോ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. ഇന്നിനി ഇവിടെ ഫുൾ ടൈം ഇവിടെ വർക്ക്. അതിനുശേഷം നമ്മൾ രാത്രി വീട്ടിൽ ചെല്ലുന്നതാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വീട്ടിലോട്ട് പോകാൻ ദിവസമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ക്ലീനിങ്ങും അടിച്ചു വാരലും പെരുകാടിയും അടുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടി പാക്കിങ് ഫിനിഷ് ആയിട്ടില്ല, അമ്മുൻ്റെ മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി എൻ്റെ പാക്ക് ചെയ്യാൻ കിടക്കുകയാണ്. സോ അതൊക്കെ ചെയ്യണം. അപ്പോൾ ശരി, ഓൾറെഡി വർക്കിൻ്റെ ഇടയ്ക്ക് 2 മിനിറ്റും കടമെടുത്തു. അപ്പോൾ ഇനി ഞാൻ വർക്ക് ചെയ്യട്ടെ. ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ ബ്രേക്കിൻ്റെ സമയത്ത് അമ്മുവും വന്നു പണി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നാട്ടിലോട്ട് അമ്മ ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ കേട്ടോ. 25 കിലോയ്ക്ക് 23 കിലോയുടെ പെട്ടിക്കകത്ത് 27 കിലോ കയറ്റി. ബാക്കി മിച്ചമുള്ളത് എൻ്റെ കയ്യിൽ കേട്ടിട്ടുണ്ട്. 22 ആക്കിയിട്ടുണ്ട് അമ്മേൻ്റെ പെട്ടി. കുറച്ച് മിച്ചമുണ്ട്, കുറച്ച് കടകളിലായിരിക്കുന്നു. അത് എടുക്കാനായിട്ട് നമ്മൾ 1 മണിക്കൂർ എൻ്റെ ബ്രേക്ക് സമയത്ത് ഇറങ്ങിയേക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുകയാണ് വീട്ടിലെന്തായാലും ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ഊനക്കാടൊക്കെ മേടിച്ചുകൊണ്ട് പോയാലും ആലോചിക്കുന്നു. സോ അതെ, പെട്ടിരുന്നാലും വേണ്ടേ? അതെ നോക്കട്ടെ. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എന്തായാലും നമുക്ക് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബാഗ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഒരു ബാഗ് തപ്പിയാണ് ഇറങ്ങിയത്. അമ്മമാർക്ക്. ഓ സോറി, ഇവളെല്ലാം പറയും ഇവർക്ക് സർപ്രൈസ് ഒക്കെ അറിയത്തില്ല നീ. എന്തായാലും നമ്മൾ സുനിയമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ എടുക്കാൻ പോവാം. നമുക്ക് അപ്പുറത്തെ കടയിൽ പോവാം അല്ലേ? ഇവിടെ ഭയങ്കര വില. ഇവിടെ റബാറ്റ് ഓഫറെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് റേറ്റ് 139 യൂറോ. അതായത് 1,139 എന്ന് പറയുമ്പോൾ 13,900 അല്ലെ 14,000 രൂപ. സോ നമ്മൾ വേറൊരു കട വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നല്ല ബാഗ്. ആർക്കാണ് ബാഗ്? മേടിച്ചതാ. ആർക്കാ? സുനിയമ്മി. മേടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇപ്പൊ സുനിയമ്മയ്ക്ക് എടുക്കണോ തട്ടിയെടുക്കണോ എന്നുള്ള പ്ലാനിങ് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ മേടിച്ചോളാം. എനിക്കിത് ഒന്ന് ഇടാൻ തരുവാന്ന് ചോദിക്കാം. അത് തിരിച്ചു കൊടുക്കണ്ട. ഗുഡ് പ്ലാൻ. ഇതിങ്ങനെ ഒതുക്കി വെക്കാം. ഇങ്ങനത്തെ സാധനം ഉണ്ടോ ഒതുങ്ങൂല. എന്നിട്ട് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഒരു വേറെ വഴിയൊക്കെ തൂക്കാം. വെറും തുച്ഛമായ പൈസയേ ഉള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ഇതതിൻ്റെ അകത്ത് കിട്ടിയത് ബാഗിൻ്റെ അകത്ത് ഇവിടെ കൊണ്ട് കളയണം. ഇപ്പോഴാണ് തുറന്നെടുത്ത്. പിന്നെ നമ്മൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഊനോക്കാടൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ കുറെ പിള്ളേർ വരും. അപ്പൊ എല്ലാരും കൂടെ ഇന്ന് കളിക്കാമല്ലോ. ഏതാ സാധനം? മോങ്കുട്ടനുള്ള ലെഗോ. മോങ്കുവിന് ലെഗോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അത് ഒരെണ്ണം മേടിച്ചു. ഇനിയിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ തിരിച്ച് കടയിലോട്ട് പോകും. അപ്പോൾ ഇത് ബാക്കി അംഗം കടയിലും. പക്ഷെ അമ്മ വീട്ടിൽ പോയിട്ട് ഒരു അംഗമുണ്ട് അല്ലേ? എന്താണ്? ഞാൻ കുളിച്ചിട്ട് പറഞ്ഞു പണി തീർക്കാണ്ട് 2 ദിവസം കൂടെ നമുക്ക് നാളെ വീട്ടിലുള്ളൂ. ടൈപ്പ്. ഹലോ നമസ്കാരം. അപ്പോൾ ഇനി നാട്ടിൽ ചെല്ലാനായിട്ട് 5 ദിവസം കൂടെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. അത്യാവശ്യം വൃത്തിയായി. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്ത് കൊണ്ട് കളയാനായിട്ടിരിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വെഡ്ഡിങ് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പം ജെനി ഞങ്ങളുടെ മിറ്റാർ ബൈറ്ററാണ്, കൊളീഗാണ്. അപ്പം പുള്ളിക്കാരി ഇപ്പം വീണ്ടും പുറത്ത് വരും. അപ്പോൾ പുള്ളിക്കാരിക്ക് പെൻഡ്രൈവ് കൊടുക്കണം. ഞാൻ ഓൾറെഡി എല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫൈനൽ വീഡിയോയും ഒരു വെഡ്ഡിങ് വീഡിയോയും കുറേ ഫോട്ടോസും ഒക്കെ. അപ്പം അതെല്ലാം ഒന്ന് പെൻഡ്രൈവിലോട്ട് കയറ്റിയിട്ട് അതുകൂടെ ഞാനിന്ന് കൊടുക്കും. പെൻഡ്രൈവ് ഓൾറെഡി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ. സോ പെൻഡ്രൈവ് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പുള്ളിക്കാരി പുറത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ അങ്ങോട്ട് പോയി പെൻഡ്രൈവ് കൊടുത്തിട്ട് നമ്മൾ അതുവഴി ഒന്നുകൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. നമുക്കൊരു 5 കിലോയും കൂടെ പെട്ടിക്കകത്ത് മേടിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ടായികളൂടെ മേടിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിയുമ്പം
വീട്ടിൽ കുറേ പിള്ളേരൊക്കെ വരും, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, പിന്നെ പറയാം. സോ ആ ഒരു സമയത്ത് ഇപ്പോൾ പിള്ളേർക്കെല്ലാം കൊടുക്കാനായിട്ട് വീട്ടിലിങ്ങനെ കുറച്ച് മുട്ടായി ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പറയും കഴിക്കാമല്ലോ. എന്തായാലും നമുക്ക് ഗ്യാപ്പും ഉണ്ട്, സോ അല്ല ഒരു സ്പേസും ഉണ്ട്, അതുകൊണ്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും റെഡിയായി. ഞാൻ കടയിലൊക്കെ പോകാനായിട്ട് കാണത്തില്ല, ഷൂ വേണ്ട. അപ്പം ഞാൻ ഫുൾ റെഡിയായി. ഇനി നമ്മൾ ഇതും അവർ പുറത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. ഇപ്പം വീടിന് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഔട്ട് സൈഡ് റോഡാണ്, ഇതുണ്ടല്ലേ റോഡ്. അപ്പോൾ അവർ പുറത്ത് വരുമ്പോഴത്തേക്കും വിളിക്കും, നമ്മൾ ഇറങ്ങി ചെല്ലുന്നു, ഇത് കൊടുക്കുന്നു, ആ വഴി ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ഒരു കുപ്പി വന്നിട്ട് പോയി. അവർ നമ്മുടെ നിന്ന് പെൺഡ്രൈവ് മേടിച്ചപ്പോൾ നമുക്കൊരു താങ്ക്സ് പറയുന്ന രീതിക്ക് ഒരു കുപ്പി തന്നു. ഇത് വൈനാണ് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞത് എനിക്കും അവർക്കും കൂടെ നിങ്ങൾ കുടിച്ചോളം പറഞ്ഞ് തന്നാണ്. എന്താണ് ബ്രൂട്ട് ഡിറ്റർജൻറ്റ് കോട്ടനോറി. നമ്മൾ ആദ്യമായിട്ടൊരു വെഡ്ഡിങ് വീഡിയോ കവർ ചെയ്ത് അതിൻ്റെ ഫുൾ വിഷ്വൽ അവർക്ക് കൊടുത്തു. അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ പ്രതീക്ഷിച്ചതിലും നല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അവരെൻ്റെ അടുത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് മൊത്തത്തിൽ അവരുടെ കല്യാണത്തിന് 20-25 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കല്യാണം ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഐഫോണിൽ എടുത്ത് തരാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനും പിന്നെയും പറഞ്ഞു യെസ് പറഞ്ഞു, കാരണം നമുക്ക് എടുക്കാം, നമുക്ക് സീനില്ലാത്ത പരിപാടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു 1-2 മിനിറ്റിൻ്റെ ഡ്യൂറേഷനുള്ളൊരു വീഡിയോ എടുത്ത് കൊടുക്കാനാണ്. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ പ്രോഗ്രാം ഒരു 2.5-3 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ കുറേ വിഷ്വലും എടുത്തു. അപ്പോൾ ലാസ്റ്റ് എഡിറ്റ് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 18 മിനിറ്റിൻ്റെ വീഡിയോ ആയി. അങ്ങനെ ആ വീഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തു, കുറേ ഫോട്ടോസ് കൊടുത്തു ഗസ്റ്റുമായിട്ടുള്ളതും, പിന്നെ അവരുടെ പേഴ്സണൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർ കൂടെ അവർ 100 യൂറോ തരാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ പറഞ്ഞു അത്രയും വേണ്ട എന്ന്. ഞങ്ങൾ 60 യൂറോ മേടിച്ചുള്ളൂ. 60 യൂറോയും മേടിച്ചു. പിന്നെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു നീ നിൻ്റെ വൈഫും കൂടെ എടുത്തോളാൻ. ഞാൻ വൈഫായിട്ടില്ല, കല്യാണം കഴിക്കാൻ പോകണേ ഉള്ളൂ. എന്തായാലും ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ട്രോക്കനാണെങ്കിൽ എൻ്റെ ടൈപ്പ് അല്ല, ഞാൻ സ്യൂസാണ് കുടിക്കാറ്. നോക്കാം. നമ്മൾ പോട്ടണിക്കരുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് അടുത്ത ബസ് കയറി മിക്സ് മാർക്കറ്റിൽ പോകണം. നമുക്ക് മിക്സ് മാർക്കറ്റിൽ പോയിട്ട് ഒരു 3 കിലോ മുട്ടായി മേടിക്കണം. കുഞ്ഞു മുട്ടായികൾ കിലോ കണക്കിന് എടുക്കാൻ പറ്റുന്നത് നല്ല മുട്ടായികളാണ്. അപ്പോൾ നമുക്കത് മേടിച്ചിട്ട് പാക്ക് ചെയ്യാം. ഇനി ഞാൻ ഇങ്ങനെ മിക്സ് മാർക്കറ്റിൽ പോയി മുട്ടായൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. അവിടുന്ന് നമ്മൾ പെട്ടെന്ന് അതെല്ലാം പാക്ക് ചെയ്ത് കിലോയൊക്കെ റെഡിയാണെന്ന് നോക്കി. കറക്റ്റാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഒരു 600 ഗ്രാം പുറത്തെടുക്കണം. അത് മിക്കവാറും നമ്മുടെ 7 കിലോ ബാഗിൻ്റെ അകത്ത് വെക്കും. ചെക്കിൻ ബാഗിൻ്റെ അകത്ത് അല്ലല്ല, ക്യാബിൻ ബാഗിൻ്റെ അകത്ത്. വെട്ടമില്ലല്ലോ. സോ അപ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ നല്ല തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു വലിയ കിടിലൻ ഡേ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വർക്കായിരുന്നു. നമുക്കിന്ന് പാർട്ടി ഉണ്ടായിരുന്നു പുറത്ത്. സോ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ജെഫ് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മലയാളത്തിൽ തന്നെ സംസാരിക്കും. ഇത് ജിൽമി, എല്ലാവർക്കും അറിയാമല്ലോ. ജിൽമിയും കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്, മലയാളം സംസാരിക്കും. പക്ഷെ അവരൊക്കെ തായ്ലൻഡ് ആൻഡ് ജർമ്മൻസ് ആണ്. സോ ഞങ്ങൾ ജർമ്മനി സംസാരിക്കും. ഇപ്പൊ ഞങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇതുപോലെ ബാറിൽ വന്നിരിക്കുകയാണ്. 2 അടിച്ചിട്ടൊന്നുമില്ല. അത് ജിൽമി, ഞാൻ അടിച്ചിട്ടില്ല. ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബിൻഡോ പിസ്സയും ഡോണറൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ ഇതൊക്കെ വരും ജിൽമി, ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതെ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ബിൻഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വന്നിട്ട് കഴിച്ചിട്ട് വീട്ടിൽ പോകണം. സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഇന്നിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 4 ദിവസം കൂടെ എല്ലാം വീട്ടിൽ പോകാനായിട്ട്. ഐ എം സോ എക്സൈറ്റഡ്. നാളെയും ഫുള്ള് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് ഉച്ച കഴിഞ്ഞിട്ട് വരേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയി പാക്കിംഗ് അല്ല, ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. എനിക്കും വേണ്ട, അതിനുള്ളതൊന്നുമില്ല. വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പണി കിട്ടിയേ. എന്താണെന്നറിയോ? കോയിൻ എണ്ണല്ലേ. സോ ഞാൻ എണ്ണുന്നത് 1 യൂറോ ആണേ. എനിക്ക് 1 യൂറോ ഉണ്ട്. ആണോ? 2 യൂറോയുടെ തീർന്നു ഒരു സെറ്റ്. ഓ ശരി. ഇവൻ എണ്ണുന്നത് 10, 20, 50 സെന്റ്. ആൻഡ് ദിസ് ഈസ് 1 യൂറോ. ഈ 1 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 109. 110 ആണോ? ഓക്കെ, അറൗണ്ട് 110, 111 ആയിരുന്നു. സോ അതാണ് നമ്മുടെ ഈ ഒരു യൂറോ. പരിപാടി കഴിഞ്ഞ് നമ്മൾ ബസ് കയറാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം വരും 81. നമ്മുടെ ബസ് തേണ്ടേ. നമ്മളിപ്പോൾ കണ്ട അപ്പച്ചന് ബസ് കിട്ടിയിട്ടില്ല. പാവം, ഇനിയിപ്പം എങ്ങനെ പോകുന്നു. ലാസ്റ്റ് ബസ്സായിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലാസ്റ്റ് ബസ് കിട്ടി. നമുക്ക് നേരെ വീട്ടിൽ പോകാം. പിന്നെ അപ്പച്ചന് ഇവിടുത്തുകാരനാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിൽ ചെത്തി പോകും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇനി 4 ദിവസം കൂടെ ഉള്ളപ്പോൾ കാണാം. ബൈ ബൈ.